JDUവിന്റെ മണിപ്പൂർ അധ്യക്ഷനെ സസ്പെൻഡ് ചെയ്തു. സത്യത്തിൽ നരേന്ദ്രമോദിയും BJPയും ഞെട്ടിവിറച്ചു പോയ ഒരു ദിവസമായിരുന്നു ഇന്നലെ. JDU BJP സർക്കാരിനുള്ള പിന്തുണകൾ ഓരോന്നോരോന്നായി പിൻവലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യം മണിപ്പൂരിൽ അതിൻ്റെ സൂചന നൽകി. സത്യത്തിൽ ഷെയർ മാർക്കറ്റിൽ വരെ ചലനം സംഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. നിതീഷ് കുമാറുമായി പ്രമുഖരെല്ലാം ബന്ധപ്പെട്ടു. ഇത് വെറും ഒരു സീറ്റിലെ MLAയെ കസേര മാറ്റി ഇരുത്തിയതല്ല, മറിച്ച് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി JDU BJPക്ക് നൽകിയൊരു താക്കീതാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. പക്ഷേ നിതീഷ് കുമാറും അതിൽ ഉറച്ചു നിന്നാൽ മോദി സർക്കാരിൻ്റെ പണി പാളും. അതിനാൽ എടുത്തിരിക്കുന്ന കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നടപടി മാത്രമാണ് JDU മണിപ്പൂർ അധ്യക്ഷൻ്റെ സസ്പെൻഷൻ. JDU മണിപ്പൂർ അധ്യക്ഷൻ ക്ഷത്രിമയും ബിരൻ സിംഗിനെയാണ് പാർട്ടിയിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തത്. സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കൽ സംസ്ഥാന അധ്യക്ഷന്റെ മാത്രം തീരുമാനമായിരുന്നുവെന്ന് പറയുകയും വെറും 6 മാസം മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. മണിപ്പൂരിൽ സർക്കാരിന് പിന്തുണ പിൻവലിക്കുകയാണെന്ന് കാണിച്ച് JDU അധ്യക്ഷൻ ക്ഷത്രിമയു ഗവർണർക്ക് കത്തയക്കുകയായിരുന്നു. ഏക JDU MLA പ്രതിപക്ഷ നിരയിലിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിന് MLAയും പൂർണ്ണ പിന്തുണയും നൽകി. പ്രതിപക്ഷത്തിരിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്നിട്ടും അത് ദേശീയ നേതൃത്വം അറിയില്ല എന്ന് പറഞ്ഞത് ഒരു ദിവസത്തെ സമ്മർദ്ദത്തെ തുടർന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. തങ്ങളുടെ പാർട്ടിയെ BJP വിഴുങ്ങുന്നു എന്നതിലുള്ള JDUവിൻ്റെ പ്രതിഷേധവും അതിനി തുടർന്നാൽ, അല്ലെങ്കിൽ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഉഡായിപ്പ് കാണിച്ചാൽ മുഴുവൻ പിന്തുണയും അങ്ങ് പിൻവലിച്ചു കളയുമെന്ന താക്കീതാണ് നിതീഷ് കുമാർ BJPക്ക് നൽകിയിരിക്കുന്നത്. അത് മണിപ്പൂരിൽ നിന്ന് തന്നെ നൽകാൻ ഒരു കാരണം കൂടിയുണ്ട്. 2022 മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 പ്രധാനപ്പെട്ട സീറ്റുകളാണ് JDU അവിടെ നേടിയെടുത്തത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ചു മാസങ്ങൾക്കകം 5 MLAമാർ BJPയിലേക്ക് ചേക്കേറി. വെറുതെ ചേക്കേറിയതല്ല, വേണ്ടുന്നത്ര പണവും പദവിയും നൽകി JDU MLAയെ വാങ്ങിച്ചതായിരുന്നു BJP. പാവം നിതീഷ് കുമാറിനത് നോക്കി നിൽക്കാൻ മാത്രമേ അന്ന് കഴിഞ്ഞുള്ളൂ. അതിന് സമാനമായിരുന്നു കുറച്ചു മുൻപ് അരുണാചൽ പ്രദേശിൽ നടന്നത്. ഘടകകക്ഷിയായി കൂടെ നിന്നിട്ടും 6 MLAമാരെയാണ് BJP കുതിരക്കച്ചവടം നടത്തിയത്. ഏകദേശം അതേ മാതൃകയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലും BJPയുടെ കുതിരക്കച്ചവടം നടക്കാൻ സാധ്യതയുണ്ടെന്നും അതിനെല്ലാം അപ്പുറത്ത് JDUവിൻ്റെ MPമാരെയും കച്ചവടം നടത്താൻ BJP ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നും വ്യക്തമായതോടെയാണ് നിതീഷ് കുമാർ അറിഞ്ഞു തന്നെ മണിപ്പൂരിൽ പണി കൊടുത്തത്. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം മോദിയും BJPയും പേടിച്ച് വിറച്ചത് സത്യമാണ്. ഒരു സംസ്ഥാന അധ്യക്ഷനെ സസ്പെൻഡ് ചെയ്ത് പ്രശ്നം തീർത്തുവെന്ന് പറയുന്നുണ്ടെങ്കിലും JDU BJP ബന്ധം കൂടുതൽ വഷളായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടെ കൂടുതൽ പ്രകടമാകും. JDUവിൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് സ്വന്തം പാർട്ടിയെ വിഴുങ്ങുന്ന BJPയുടെ കൂടെ ഘടകകക്ഷിയായി നിൽക്കാനോ അതോ അധികാരമില്ലെങ്കിലും പാർട്ടിക്ക് ദോഷം ചെയ്യാത്ത ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കണോ എന്നതാണ്. അധികാരം ഉപേക്ഷിച്ച പാർട്ടിയെ രക്ഷിക്കാൻ നിതീഷ് NDA വിറ്റാൽ ദേശീയ രാഷ്ട്രീയം കലങ്ങിമറിയും എന്നതിൽ സംശയമില്ല. മാത്രമല്ല, ബീഹാറും ഒരുപക്ഷേ കേന്ദ്രവും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വരാനും സാധ്യതയേറെയാണ്.